ലണ്ടനിലെവിടെയും ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി പോലും ആന്റണി ഹോപ്കിൻസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ക്ഷീണിതനായി അദ്ദേഹം ഒരു സബ്വേ ബെഞ്ചിലിരുന്നു. വർഷം 1973. അമേരിക്കൻ പത്രപ്രവർത്തകനായ ജോർജ് ഫീഫറിന്റെ നോവലിൽ നിന്ന് രൂപാന്തരപ്പെടുത്തിയ ദ ഗേൾ ഫ്രം പെട്രോവ്ക എന്ന സിനിമയിൽ ഹോപ്കിൻസിന് ഒരു വേഷം ലഭിച്ചു. ഏതൊരു ഗൗരവമുള്ള നടനെയും പോലെ കഥയും കഥാപാത്രവും പൂർണ്ണമായി മനസ്സിലാക്കാൻ അദ്ദേഹം യഥാർത്ഥ പുസ്തകം വായിക്കാൻ ആഗ്രഹിച്ചു. ഗ്രന്ഥപ്രേമികൾക്കും സാഹിത്യപ്രേമികൾക്കും ഒരു മെക്കയായ ലണ്ടനിലെ പ്രശസ്തമായ ചാരിങ് ക്രോസ് റോഡിലെ പുസ്തകശാലകളിലൂടെ അദ്ദേഹം ഒരു ദിവസം മുഴുവൻ അലഞ്ഞു. പക്ഷേ ആ പുസ്തകം എവിടെയും കണ്ടെത്താനായില്ല. അത് UK-യിൽ എവിടെയും ലഭ്യമായിരുന്നില്ല. നിരാശയോടെ ക്ഷീണിതനായി ആ ഉദ്യമം ഉപേക്ഷിക്കാൻ തയ്യാറായി ഹോപ്കിൻസ് ലീസെസ്റ്റർ സ്ക്വയർ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് വീട്ടിലേക്ക് ട്രെയിൻ പിടിക്കാൻ പോയി. അപ്പോഴാണ് ബെഞ്ചുകളിൽ അസാധാരണമായ എന്തോ ഒന്ന് അദ്ദേഹം ശ്രദ്ധിച്ചത്. ഉപേക്ഷിക്കപ്പെട്ട ഒരു പുസ്തകം. അവൻ അതെടുത്ത് മറിച്ചു. പെട്രോവ്കയിൽ നിന്നുള്ള പെൺകുട്ടി. 8 ദശലക്ഷം ആളുകളുള്ള ഒരു നഗരത്തിലെ ഒരു സബ്വേ ബെഞ്ചിൽ ദിവസം മുഴുവൻ തിരഞ്ഞുകൊണ്ടിരുന്ന ആ പുസ്തകം ആരോ മറന്നുവെച്ച് പോയിരിക്കുന്നു. ഹോപ്കിൻസിനെ ആ യാദൃശ്ചികത വിശ്വസിക്കാനായില്ല. അദ്ദേഹം ആ പുസ്തകം വീട്ടിലേക്ക് കൊണ്ടുപോയി വായിക്കാൻ തുടങ്ങി. പേജുകൾ മറിച്ചപ്പോൾ അസാധാരണമായ എന്തോ ഒന്ന് അദ്ദേഹം കണ്ടു. പേജിന്റെ അരികുകളിൽ ചുവന്ന മഷിയിൽ കൈകൊണ്ടെഴുതിയ കുറിപ്പുകൾ നിറഞ്ഞിരുന്നു. വിശദമായ വ്യാഖ്യാനങ്ങൾ, ഉൾക്കാഴ്ചകൾ, അഭിപ്രായങ്ങൾ. ആരോ ഈ പുസ്തകം മുഴുവൻ ശ്രദ്ധാപൂർവം അടയാളപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് ഹോപ്കിൻസ് അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല. കഥാപാത്രത്തിനായി തയ്യാറെടുക്കുമ്പോൾ കഥാപാത്രത്തെയും കഥയെയും കുറിച്ചുള്ള തന്റെ ഗ്രാഹ്യം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം കുറിപ്പുകൾ ഉപയോഗിച്ചു. മാസങ്ങൾക്ക് ശേഷം ഹോപ്കിൻസ് വിയന്നയിലേക്ക് പോയി. സിനിമയുടെ ചിത്രീകരണം തുടങ്ങി. ഒരു ദിവസം ആ സിനിമാ സെറ്റിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഒരു വ്യക്തി വന്നു. ജോർജ് ഫീഫർ, പുസ്തകത്തിന്റെ രചയിതാവ്. സിനിമയെയും കഥാപാത്രങ്ങളെയും കഥയെയും കുറിച്ച് അവർ ചർച്ച ചെയ്തു. തുടർന്ന് ഫീഫർ ഹോപ്കിൻസിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. മിസ്റ്റർ ഹോപ്കിൻസ്, നിങ്ങൾക്കൊരു കാര്യം അറിയാവൂ? എൻ്റെ ഈ പുസ്തകത്തിന്റെ സ്വന്തമായിട്ടൊരു കോപ്പി പോലും ഇപ്പോൾ എൻ്റെ കൈവശമില്ല. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ ഒരു സ്വകാര്യ കോപ്പി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തിന് അതൊന്ന് കടം കൊടുത്തു. അതിൻ്റെ മാർജിനുകളിൽ എല്ലാ കുറിപ്പുകളും എഴുതിയിരുന്നു. ലണ്ടനിൽ എവിടെയോ വെച്ച് അദ്ദേഹത്തിന് അത് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ അത് കണ്ടിട്ടില്ല. ഹോപ്കിൻസിനെ നട്ടെല്ലിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ഹോപ്കിൻസ് പറഞ്ഞു, നോക്കൂ ഫീഫർ, എനിക്കൊരു കോപ്പി കിട്ടിയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ടിലെ ഒരു ബെഞ്ചിൽ നിന്നായിരുന്നു. അതില് കൈകൊണ്ടെഴുതിയ കുറിപ്പുകളൊക്കെയുണ്ട്. ഫീഫർ സ്തബ്ധനായി ഹോപ്കിൻസിനെ നോക്കി. ഹോപ്കിൻസ് തന്റെ ബാഗിൽ നിന്ന് പുസ്തകം പുറത്തെടുത്ത് കൈമാറി. ഫീഫറിന്റെ മുഖം വിളറി. അത് അദ്ദേഹത്തിന്റെ പകർപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ കൈയക്ഷരം, അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ. വർഷങ്ങൾക്ക് മുമ്പ് ജോർജ് ഫീഫറിന് നഷ്ടപ്പെട്ട വ്യക്തിപരമായ പുസ്തകം എങ്ങനെയോ ലണ്ടൻ സബ്വേ ബെഞ്ചിൽ ഉപേക്ഷിക്കപ്പെട്ടു. അത് ഏറ്റവും ആവശ്യമായിരുന്ന നടൻ ആന്റണി ഹോപ്കിൻസ് അതിനടുത്തായി ഇരിക്കാനിടയായി. നോക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിശാലമായ ഒരു നഗരത്തിൽ ആയിരക്കണക്കിന് തെരുവുകളിലൂടെ നൂറുകണക്കിന് ട്യൂബ് സ്റ്റേഷനുകൾക്കിടയിൽ ശരിയായ പുസ്തകം, വലത് ബെഞ്ച്, ശരിയായ നിമിഷം. ജോർജ് ഫീഫറിന് നഷ്ടപ്പെട്ട പുസ്തകം തിരികെ ലഭിച്ചു. ആന്റണി ഹോപ്കിൻസിന് ജീവിതകാലം മുഴുവൻ പറയാൻ പോകുന്ന ഒരു കഥ ലഭിച്ചു. കാൾ ജങ് ഈ തരത്തിലുള്ള സംഭവങ്ങളെ സിങ്ക്രോണിസിറ്റി എന്ന് വിളിച്ചു. അർത്ഥവത്തായ യാദൃശ്ചികതകൾ ക്രമരഹിതമല്ല, മറിച്ച്
യാഥാർത്ഥ്യത്തിന്റെ ഘടനയിൽ ഇഴചേർന്ന ആഴമേറിയതും അദൃശ്യവുമായ ഒരു പാറ്റേണിന്റെ ഭാഗമാണെന്ന ആശയം. ഹോപ്കിൻസ് എപ്പോഴും ആ ആശയത്തിൽ ആകൃഷ്ടനായിരുന്നു. ജീവിതത്തിൽ അത്ഭുതപ്പെടാൻ പഠിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്: ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ചിലപ്പോൾ വിശദീകരിക്കാൻ കഴിയാത്തത്ര തികഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒരുപക്ഷെ അത് ഭാഗ്യമായിരിക്കാം, ഒരുപക്ഷെ അത് വിധിയായിരിക്കാം. ചില പുസ്തകങ്ങൾ അവയുടെ വായനക്കാരെ തേടിപ്പോകും.